അധർമ്മികൾക്ക് ക്ഷേത്ര ദർശനം കൊണ്ട് ഫലമില്ല. പഞ്ചധർമ്മവും പഞ്ചശുദ്ധിയും അനുഷ്ഠിച്ച് ജീവിക്കാത്തവരുടെ പ്രാർത്ഥനകളൊന്നും അവിടേക്ക് എത്തുകയില്ല. നമ്മളിപ്പോൾ സിം കാർഡ് ഇല്ലാത്ത ഒരു മൊബൈൽ ഫോൺ പോലെയാണ്. സിം കാർഡ് ഇല്ലെങ്കിൽ കോളുകളൊന്നും എത്തില്ല. അതുപോലെ നമ്മൾ അധർമ്മത്തിൽ ജീവിക്കുന്നത് കൊണ്ട് നമ്മുടെ സൂക്ഷ്മ ശരീരം നമ്മളിൽ നിന്നും വിട്ടുമാറി നിൽക്കുകയാണ്. സൂക്ഷ്മ ശരീരങ്ങളാണ് നമ്മളെ പ്രപഞ്ചവുമായി കണക്റ്റ് ചെയ്യുന്നത്. സൂക്ഷ്മ ശരീരം ആക്ടിവേറ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ എത്ര അലമുറയിട്ട് പ്രാർത്ഥിച്ചാലും ദൈവത്തിൻ്റെ അനുഗ്രഹം എത്തുകയില്ല. സൂക്ഷ്മ ശരീരം ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പഞ്ചധർമ്മവും പഞ്ചശുദ്ധിയും പാലിച്ച് ജീവിക്കണം. ഇതിനുള്ള ഒറ്റ മൂലിയാണ് SMS മെഡിറ്റേഷൻ. അപ്പോൾ ചിലർ പറയും, ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യം നടന്നല്ലോ എന്നൊക്കെ. നമുക്ക് വിഷമങ്ങളും ദുഃഖങ്ങളും കൂടുമ്പോൾ നമ്മുടെ സമർപ്പണം കൂടും, അഹങ്കാരം കുറച്ചൊന്ന് കുറയും, ത്യാഗം തനിയേ വരും. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ചെറുതായെങ്കിലും നിസ്വാർത്ഥമായൊരു ഭക്തിയും പശ്ചാത്താപവും നന്ദിയും ചിന്തകളിൽ മാറ്റവും ഒക്കെ വരും. അങ്ങനെ നമ്മളിൽ ഒരു മാറ്റം വരുന്നത് കാണുമ്പോൾ നന്നാവാനുള്ള ഒരു ചാൻസ് ദൈവം കൊടുക്കും. പക്ഷേ കാര്യം നേടിയാൽ കൂരായണ പറയുന്നവരെ വീണ്ടും പടുകുഴിയിൽ തന്നെ എത്തിക്കും. അതുകൊണ്ട് തന്നെ അവന് കിട്ടിയ അനുഗ്രഹങ്ങളൊന്നും ശാശ്വതമായി നിലനിൽക്കില്ല.